ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 11 ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 11 ദിവസങ്ങൾ കൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന മൂവി കേരളത്തിൽ നിന്നും എത്ര കോടി കളക്ട് ചെയ്ത് എന്നാണ്. അത് പറയുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ മുന്നേ വന്ന ദിവസങ്ങളിലെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടെ. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 14 കോടി 7 ലക്ഷം രൂപ, രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും 8 കോടി 45 ലക്ഷം രൂപ, മൂന്നാമത്തെ ദിവസം 9 കോടി 2 ലക്ഷം രൂപ, നാലാമത്തെ ദിവസം 11 കോടി 2 ലക്ഷം രൂപ, അഞ്ചാമത്തെ ദിവസം 10 കോടി 52 ലക്ഷം രൂപ, ആറാമത്തെ ദിവസം 8 കോടി 54 ലക്ഷം രൂപ, ഏഴാമത്തെ ദിവസം 5 കോടി 55 ലക്ഷം രൂപ, എട്ടാമത്തെ ദിവസം 3 കോടി 38 ലക്ഷം രൂപ, ഒൻപതാമത്തെ ദിവസം 2 കോടി 38 ലക്ഷം രൂപ, പത്താമത്തെ ദിവസമായ ഇന്നലെ ശനിയാഴ്ച 2 കോടി 86 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ 10 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 75 കോടി 89 ലക്ഷം രൂപയാണ്. 11ാം ദിവസമായ തന്റെ രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സിനിമയുടെ കേരള കളക്ഷൻ മാത്രം 11 ദിവസങ്ങൾ കൊണ്ട് 79 കോടിക്ക് അടുത്തേക്ക് എത്തപ്പെടും. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന പട്ടം മറികടന്ന് എമ്പുരാൻ എന്ന് പറയുന്ന മൂവി ഇന്നലെ ഇൻഡസ്ട്രി ഹിറ്റായ വിവരം ലാലേട്ടൻ FBയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 246 കോടിയോളം രൂപയാണ്. 11ാം ദിവസത്തെ ഇന്നത്തെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് 250-251 കോടി റേഞ്ചിലേക്കാണ് എമ്പുരാൻ എന്ന് പറയുന്ന മൂവി വേൾഡ് വൈഡിൽ എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് സത്യമാണോ? ഇത്തരത്തിലുള്ള ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് സത്യം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം റിലീസിന്റെ മുന്നേ ഭീകരമായിട്ടുള്ള ഒരു അന്യായമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സിനിമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റിലീസിന്റെ ശേഷവും സിനിമ വലിയ രീതിയിൽ വിവാദത്തിലേക്ക് എത്തപ്പെട്ടപ്പോഴും നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കാണാൻ സാധിച്ചു. കറക്റ്റായിട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഒരു മീഡിയ ചാനൽ ഇല്ലാത്തതിനാൽ പ്രൊഡ്യൂസേഴ്സും അതോടൊപ്പം തന്നെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു കളക്ഷൻ ഫിഗർ വിശ്വസിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വാസ്തവത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ മറികടന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ മൂവി ഇൻഡസ്ട്രി ഹിറ്റ് എന്ന പട്ടം ലഭിച്ചത് സത്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ. ഓക്കെ, ബൈ.